Hello, once again welcome you all. In the last session, we have learned about what is a drug, what is a medication, what are the different nomenclature of medications, that is chemical name, generic name, trade name, etc. and common abbreviations that we use while handling medications. Today we are going to discuss about what are the different forms of medications. അതായത് മരുന്നുകൾ ഒരു രോഗിക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നൽകുന്നതിനായിട്ട് പല രൂപത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വായിലൂടെയാണ് മരുന്നുകൾ നൽകുന്നതെങ്കിൽ അത് ടാബ്ലറ്റിൻ്റെ രൂപത്തിലോ ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ സിറപ്പിൻ്റെ രൂപത്തിലോ ആയിരിക്കും. ഇനി ശരീരത്തിൻ്റെ പുറത്ത് പുരട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഓയിൻമെൻ്റ് ആയിട്ടോ ലോഷനുകളായിട്ടോ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ശരീരത്തിൻ്റെ ഏതെങ്കിലും ക്യാവിറ്റീസിലോട്ട് വയ്ക്കുന്നതാണെങ്കിൽ അത് പെല്ലറ്റിൻ്റെ രൂപത്തിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല രൂപത്തിലാകും മരുന്നുകൾ നിർമ്മിച്ചിരിക്കുന്നത്. So today we can discuss about different drug forms. Medication forms commonly prepared for administration by oral route. In the coming sessions, we will study about different routes of medicine administration. മരുന്ന് കൊടുക്കേണ്ട വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഓറൽ റൂട്ട്, വായിലൂടെ മരുന്നുകൾ കൊടുക്കുന്നത്. അങ്ങനെ വായിലൂടെ കൊടുക്കേണ്ട മരുന്നുകളുടെ രൂപത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, സോളിഡ് ഫോംസ്, ഖരരൂപത്തിലുള്ളവ. ടാബ്ലറ്റ്, പൗഡേർഡ് മെഡിക്കേഷൻ കംപ്രസ്ഡ് ഇൻടു ഹാർഡ് ഡിസ്ക് ഓർ സിലിണ്ടർ. മരുന്നുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്ന രൂപമാണ് ടാബ്ലറ്റുകളുടെ. ടാബ്ലറ്റുകൾ എന്ന് പറയുന്നത് മരുന്നുകളുടെ ചെറിയ കണികകളുടെ പൗഡർ ഫോമിലുള്ള മരുന്നുകളെ കംപ്രസ് ചെയ്ത് മെഷീനുകൾ ഉപയോഗിച്ച് അമർത്തി അതിനെ ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെയോ ഷേപ്പിലാക്കി മാറ്റിയിരിക്കുന്നതാണ് ടാബ്ലറ്റ്. ക്യാപ്സ്യൂൾ, മെഡിക്കേഷൻ എൻഗേജ്ഡ് ഇൻ ജെലാറ്റിൻ ഷെൽ. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഒരു ഷെല്ലിനകത്ത് മരുന്നുകളെ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നതാണ് ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നത്. ഇതും വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു മെഡിക്കേഷൻ ഫോമാണ്. എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്. ദീസ് ആർ ടാബ്ലറ്റ്സ് കോട്ടഡ് വിത്ത് മെറ്റീരിയൽ that delays release of the medication. This coating does not dissolve in stomach. These coatings dissolve in intestine where medication is absorbed. ഇവിടെ ടാബ്ലറ്റുകൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഈ കോട്ടിംഗ് ആമാശയത്തിൽ വെച്ച് അലിഞ്ഞു പോകത്തില്ല. ഇത് ഇൻറ്റസ്റ്റൈനിൽ ആമാശയത്തിൽ നിന്നും കുടലിലെത്തിയതിനു ശേഷം അലിഞ്ഞു പോവുകയും മരുന്നുകൾ നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുകയും ചെയ്യും. ലിക്വിഡ് ഫോംസ്, ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ. ഫസ്റ്റ് വൺ, എലിക്സിർ, ക്ലിയർ സീഡ് ഫ്ലേവേർഡ് ലിക്വിഡ് യൂസ്ഡ് ഫോർ മെഡിക്കൽ പർപ്പസസ്. നല്ല തെളിഞ്ഞ മധുരമുള്ള ദ്രവരൂപത്തിലുള്ള മരുന്നുകളെയാണ് നമ്മൾ എലിക്സിറുകൾ എന്ന് പറയുന്നത്. അതിൽ വെള്ളമോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ അടങ്ങിയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാക്ട്, dried form of pharmacologically active medication usually made by evaporating the solution. സാധാരണ രീതിയിൽ ഇത് ഔഷധ ഗുണമുള്ള ചെടികളുടെ ഭാഗങ്ങളിൽ നിന്നോ, അത് ഇലകൾ, വേരുകൾ, കായ്കൾ, പൂക്കൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നാണ് എക്സ്ട്രാക്റ്റുകൾ എടുക്കുന്നത്. ഇത് അനുയോജ്യമായിട്ടുള്ള ലായകങ്ങൾ, അതായത് മെത്തനോൾ, ക്ലോറോഫോം പോലുള്ള ലായകങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്തോ ബാഷ്പീകരിച്ചോ ഇതിന്റെ സത്തിനെ എടുത്ത് അത് ഉണക്കി ഡ്രൈഡ് ഫോമിൽ സൂക്ഷിക്കുന്നു. നൗ അക്വസ് സൊല്യൂഷൻ, വൺ ഓർ മോർ ഡ്രഗ്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഒന്നോ അതിലധികം മരുന്നുകളെ വെള്ളത്തിൽ അലിയിച്ച് ചേർത്തിരിക്കുന്നതിനെയാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അക്വസ് സസ്പെൻഷൻ, finely divided drug particle dispersed in liquid medium. സസ്പെൻഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. പൊടികൾ
ചില ദ്രാവകങ്ങളിൽ പൂർണ്ണമായിട്ടും അലിയാതെ പൊങ്ങിക്കിടക്കുന്നതിനാണ് നമ്മൾ സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ മരുന്നിന്റെ പാർട്ടിക്കിൾസ് ലിക്വിഡ് മീഡിയത്തിൽ ദ്രാവകങ്ങളിൽ അലിയാതെ കിടക്കുന്നതാണ് അക്വസ് സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ കുറച്ചു നേരം നമ്മൾ അനങ്ങാതെ വച്ചിരുന്നാൽ അതിലുള്ള പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ ടു ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ കുലുക്കണം. ഷേക്ക് ബിഫോർ യൂസിങ് ദ മെഡിസിൻ. നെക്സ്റ്റ് ടേം ഈസ് സിറപ്പ്. മെഡിക്കേഷൻ ഡിസോൾവ്ഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ. നല്ല സാന്ദ്രതയുള്ള പഞ്ചസാര ലായനിയിൽ മരുന്നുകൾ അലിയിച്ച് ചേർത്തിരിക്കുന്നതാണ് സിറപ്പുകൾ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് മെഡിക്കേഷനാണ് സിറപ്പുകൾ. കുട്ടികൾക്കുള്ള മരുന്നുകൾ മിക്കതും സിറപ്പ് രൂപത്തിലാണ് ലഭിക്കുന്നത്. നമ്മുടെ ചുമയ്ക്കുള്ള മരുന്നുകൾ പലതും സിറപ്പിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. അതിനാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെഡിക്കേഷൻ ഫോമാണ് സിറപ്പ്. Other oral forms and terms associated with oral preparations. വായിലൂടെ കൊടുക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട മറ്റു ചില പദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് റോഷ് ഓർ ലോസഞ്ച്. Flat, round tablets that dissolve in mouth to release the medication. This is not meant for ingestion. പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പരന്ന് വൃത്താകൃതിയിലുള്ള ഗുളികകളാണ് ട്രോഷ് അല്ലെങ്കിൽ ലോസഞ്ചസ്. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളല്ല. ഇത് വായിൽ വെച്ച് അലിയിക്കുകയും അവിടെ നിന്നും മരുന്ന് റിലീസ് ആവുകയും ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next word is aerosol. Aqueous medication sprayed and absorbed in mouth and upper airway. This is also not meant for ingestion. നിങ്ങൾക്കറിയാം, ഖരത്തിന്റെയോ ദ്രാവകത്തിന്റെയോ ചെറിയ കണികകൾ അല്ലെങ്കിൽ സൂക്ഷ്മ കണികകൾ ഒരു വാതകത്തിൽ തങ്ങി നിൽക്കുന്നതിനാണ് നമ്മൾ എയറോസോളുകൾ എന്ന് പറയുന്നത്. ഇവിടെ മരുന്നിന്റെ കണികകൾ വെള്ളത്തിലോ അതുപോലുള്ള എന്തെങ്കിലും ലായനികളിലോ ലയിപ്പിച്ചതിന് ശേഷം അത് വായിലേക്കോ ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തിലേക്കോ സ്പ്രേ ചെയ്യുകയും അവിടെ നിന്ന് ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇൻഹേലറുകൾ ഇതിന് ഉദാഹരണമാണ്. Sustained release medications. Tablet or capsule that contains small particles of a medication coated with material that requires a varying amount of time to dissolve. ടാബ്ലറ്റുകളിലും ക്യാപ്സ്യൂളുകളിലും മരുന്നിന്റെ ചെറിയ കണികകൾ കാണും. ഈ ഓരോ കണികയും പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഈ കോട്ടിംഗ് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ അലിഞ്ഞ് ഇതിനുള്ളിലെ മരുന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നു. ഇത് മരുന്നിന്റെ പ്രവർത്തനം കൂടുതൽ സമയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. മെഡിക്കേഷൻ ഫോംസ് കോമൺലി പ്രിപ്പയർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ബൈ ടോപ്പിക്കൽ റൂട്ട്. ശരീരത്തിന്റെ അകത്തോ പുറത്തോ ഒരു പ്രത്യേക ഭാഗത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ടോപ്പിക്കൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മിക്കപ്പോഴും ഇത് ശരീരത്തിന്റെ ഉപരിതലങ്ങളായിട്ടുള്ള സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിലാണ് ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ഫോംസ് ഏതൊക്കെ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് ഓയിൻമെന്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സാൽവ് ഓർ ക്രീം. ദേ ആർ സെമി സോളിഡ് externally applied preparation, usually containing one or more medications. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രീം രൂപത്തിലുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് അർദ്ധഖരാവസ്ഥയിലുള്ള ശരീരത്തിന്റെ പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഓയിൻമെന്റ്സ് അല്ലെങ്കിൽ സാൽവ് ഓർ ക്രീം. സാധാരണ രീതിയിൽ അതിനകത്ത് ഒന്നോ അതിലധികമോ മരുന്നുകൾ ഉണ്ടാവും. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ഫോമാണ് ഓയിൻമെന്റ്സ്. നെക്സ്റ്റ് ഈസ് liniment. They usually contains alcohol, oil or soapy emollient. They are applied to skin. വേദന ഒഴിവാക്കാനായിട്ട് നമ്മൾ ശരീരത്തിൽ പുരട്ടുന്ന കുഴമ്പുകൾ അല്ലെങ്കിൽ തൈലമാണ് ലിനിമെന്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കൂടുതലും എണ്ണയിലോ ആൽക്കഹോളിലോ സോപ്പി ഇമോളിയനിലോ മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കും. നെക്സ്റ്റ് വേർഡ് ഈസ് ലോഷൻ.
liquid suspension that usually protects, cools or cleanses skin. സസ്പെൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ചർമ്മത്തിനെ സംരക്ഷിക്കുവാനും തണുപ്പിക്കുവാനും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന ദ്രവരൂപത്തിലുള്ള സസ്പെൻഷനുകളാണ് ലോഷനുകൾ. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് മെഡിക്കേഷൻ ആണ്. Transdermal disc or patch. Medicated adhesive disc or patch is placed on the skin. Medications will be absorbed through skin slowly over long period of time, usually 24 hours to 1 week. ഇത് ചർമ്മത്തിൽ ഒട്ടിക്കാൻ പറ്റുന്ന മരുന്നുകൾ അടങ്ങിയ പാച്ചുകളാണ്. ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മരുന്നുകൾ വളരെ പതുക്കെ സമയമെടുത്ത് ചർമ്മത്തിലൂടെ ആഗിരണം ചെയ്യും. 24 മണിക്കൂർ, 48 മണിക്കൂർ, ഒരാഴ്ച എന്നിങ്ങനെ പല സമയക്രമങ്ങളിൽ മരുന്നുകൾ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള പാച്ചുകൾ അവൈലബിൾ ആണ്. സാധാരണ രീതിയിൽ വേദനയ്ക്കുള്ള മരുന്നുകളാണ് ഇതുപോലുള്ള പാച്ചുകൾ വഴി കൊടുക്കുന്നത്. ചെറിയ വേദന മുതൽ വളരെ സിവിയർ ആയിട്ടുള്ള വേദനയ്ക്കുള്ള മരുന്നുകൾ ഇങ്ങനെ ട്രാൻസ്ഡെർമൽ ഡിസ്ക് അല്ലെങ്കിൽ പാച്ചുകൾ വഴി കൊടുക്കാറുണ്ട്. Medication forms commonly prepared for administration by parenteral route. Parenteral route എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഇഞ്ചക്ഷനുകളെയാണ്. ഇഞ്ചക്ഷനുകൾ വഴി കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻ ഫോംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൊല്യൂഷൻ. Sterile preparation that contains water with one or more dissolved compounds. അണുയുക്തമാക്കിയ വെള്ളത്തിൽ അലിയിച്ച ഒന്നോ അതിലധികമോ മരുന്നുകളാണ് നമ്മൾ സൊല്യൂഷൻസിൽ വരുന്നത്. അത് ഇതുപോലുള്ള ആംബ്യൂളുകളിലോ വയലുകളിലോ ലഭ്യമായിരിക്കും. നെക്സ്റ്റ് ഈസ് പൗഡർ. സ്റ്റെറൈൽ പാർട്ടിക്കിൾസ് ഓഫ് മെഡിക്കേഷൻസ്. അണുയുക്തമാക്കിയ മരുന്നിന്റെ കണികകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് സ്റ്റെറൈൽ ലിക്വിഡിൽ അണുയുക്തമാക്കിയ ദ്രാവകങ്ങളിൽ, പ്രധാനമായിട്ടും വെള്ളം അല്ലെങ്കിൽ നോർമൽ സലൈനായിട്ട് ഇവിടെ ദ്രാവകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, അതിൽ അലിയിച്ചിട്ടാണ് ഇഞ്ചക്ഷനുകളായി കൊടുക്കുന്നത്. മെഡിക്കേഷൻ ഫോംസ് കോമൺലി പ്രിപ്പയർഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഇൻ ടു ബോഡി കാവിറ്റീസ്. ശരീരത്തിലെ വിവിധ അറകളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളുടെ രൂപങ്ങളെയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇൻട്രാഓക്കുലർ ഡിസ്ക്. They are small, flexible, oval-shaped disc similar to contact lens. It consists of two soft outer layers and a middle layer. This middle layer contains medication. This medication will be slowly released when moistened by ocular fluid. ഈ ഇൻട്രാഓക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓവൽ ഷേപ്ഡ് ഡിസ്ക് ആണ്, നമ്മളെ കോണ്ടാക്ട് ലെൻസ് പോലെ. അതിന് 2 സോഫ്റ്റ് ഔട്ടർ ലെയറും ഒരു മിഡിൽ ലെയറും ഉണ്ട്. ഈ മിഡിൽ ലെയറിലാണ് മെഡിക്കേഷൻ ഇരിക്കുന്നത്. നമ്മളിത് കണ്ണിൽ ഒരു കോണ്ടാക്ട് ലെൻസ് വയ്ക്കുന്ന പോലെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കണ്ണിന്റെ നനവ് തട്ടി ആ ഭാഗം അലിയുകയും മരുന്ന് റിലീസ് ആവുകയും ചെയ്യുന്നു. സപ്പോസിറ്ററി. Solid dosage form mixed with gelatin and shaped in form of pellet for insertion into body cavity, usually rectum or vagina. മരുന്നുകളെ ജലാറ്റിനുമായിട്ട് മിക്സ് ചെയ്ത് പെല്ലറ്റിന്റെ ഫോമിൽ, പെല്ലറ്റിന്റെ ഷേപ്പിൽ, ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പെല്ലറ്റിന്റെ ഷേപ്പിലാക്കി ശരീരത്തിലെ അറകൾക്കുള്ളിലോട്ട് കടത്തി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ രൂപത്തിനെയാണ് സപ്പോസിറ്ററികൾ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ റെക്ടം, വജൈന എന്നീ ഭാഗങ്ങളിലാണ് സപ്പോസിറ്ററികൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റൂട്ട്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. മരുന്നുകൾ നൽകുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഇഞ്ചക്ഷനുകളെ കുറിച്ചും ടാബ്ലറ്റുകൾ വായിലൂടെ നൽകുന്നതിനെ കുറിച്ചുമൊക്കെ പരിചിതമായിരിക്കും. പക്ഷേ ഇതുകൂടാതെ മരുന്നുകൾ മറ്റ് പല മാർഗങ്ങളിലൂടെയും നൽകാൻ കഴിയും. ഇനി നമ്മൾക്ക് മരുന്നുകൾ നൽകുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കാം. Routes of drug administration. Routes can be broadly divided into 4. First one, enteral route.
That is, it is related to the gastrointestinal tract or digestive tract. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മൗത്ത് മുതൽ റെക്ടം വരെ ഏത് മാർഗത്തിലൂടെ കൊടുത്താലും അത് എൻട്രൽ റൂട്ടിനകത്താണ് വരുന്നത്. ഓറൽ, സബ്ലിംഗ്വൽ, ബക്കൽ, റെക്ടൽ ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം. സെക്കൻഡ് ഓൺ പാരൻട്രൽ. പാരൻട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ്. പാര മീൻസ് ബിസൈഡ്സ്. എൻട്രോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. ഇപ്പൊ പാരൻട്രൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ പുറത്തു കൊടുക്കുന്ന മരുന്നുകൾ, പ്രധാനമായിട്ടും ഇഞ്ചെക്ഷൻസ്. നെക്സ്റ്റ് ഓൺ ടോപ്പിക്കൽ. ടോപ്പിക്കൽ എന്ന് പറയുമ്പോൾ സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡേർമൽ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, ഇൻസേർഷൻ, ഇൻസ്റ്റിലേഷൻ, സ്പ്രേയിങ് ഇതെല്ലാം ടോപ്പിക്കൽ മെത്തേഡ്സ് ആണ്. ലാസ്റ്റ് വൺ ഈസ് ഇൻഹലേഷൻ. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മൗത്ത് വഴിയോ നോസ് വഴിയോ മരുന്നുകൾ എത്തിക്കുന്ന മെത്തേഡാണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. വേപ്പറൈസേഷൻ, ഗ്യാസ് ഇൻഹലേഷൻ, നെബുലൈസേഷൻ ഒക്കെ ഈ റൂട്ട് വഴി കൊടുക്കുന്ന മാർഗങ്ങളാണ്. എൻട്രൽ മെത്തേഡ്സിൽ നമുക്ക് ആദ്യം ഓറൽ റൂട്ട് നോക്കാം. ദ ഓറൽ റൂട്ട് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റൂട്ട്. നമുക്കൊരു മരുന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് വായിലൂടെ മരുന്ന് കൊടുക്കുന്നതാണ്. ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സാധാരണയായി മരുന്ന് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഓറൽ റൂട്ട് അല്ലെങ്കിൽ വായിലൂടെ മരുന്നുകൾ കൊടുക്കുന്നത്. മെഡിക്കേഷൻസ് ആർ ഗിവൺ ബൈ മൗത്ത് ആൻഡ് സോളോയിഡ് വിത്ത് ഫ്ലൂയിഡ്. ഇവിടെ എന്താണ്, മരുന്നുകൾ, ഗുളികകൾ പോലുള്ള മരുന്നുകൾ വായ വഴി നൽകുകയും വെള്ളമോ ജ്യൂസോ പോലുള്ള ദ്രാവകം ഉപയോഗിച്ചത് വിഴുങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഓറൽ റൂട്ട്. സബ്ലിംഗ്വൽ റൂട്ട്. Sublingual administration is where the dosage form is placed under the tongue. ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നാക്കിനടിയിൽ മരുന്നുകൾ വയ്ക്കുന്നതിനെയാണ് സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നാക്കിനടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മരുന്നുകളുടെ അബ്സോർപ്ഷൻ നടക്കും. ബക്കൽ റൂട്ട്. Buccal administration is where the medicine is placed between gums and inner lining of the cheek. മോണയ്ക്കും കവിളിന്റെ ഉൾഭാഗത്തിനിടയിലുള്ള സ്ഥലം, അതിനാണ് നമ്മൾ ബക്കൽ പൗച്ച് എന്ന് പറയുന്നത്. ഈ സ്പേസിൽ മരുന്ന്, സോളിഡ് മെഡിക്കേഷൻസ് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ബക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. പ്രധാനമായിട്ടും ടാബ്ലറ്റ്സുകളാണ് ഈ ഭാഗത്ത് വയ്ക്കുന്നത്. അതിനെ നമ്മൾ ബക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ് എന്ന് പറയും. റെക്ടൽ റൂട്ട്. Drugs that are administered rectally. റെക്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. അവിടെ മരുന്നുകൾ വയ്ക്കുന്നതിനെയാണ് റെക്ടൽ റൂട്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ സപ്പോസിറ്ററികളാണ് റെക്ടൽ റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് പാരന്റൽ റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് injection or infusion by means of a needle or catheter inserted into the body. പാരന്റൽ റൂട്ട്സിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ഇഞ്ചെക്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് ഒന്ന് നോക്കാം. ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്. ഇത് നാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ദിവസേന നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഇഞ്ചക്ഷൻ റൂട്ട്സ്. ഇത് കൂടാതെ ഇൻട്രാ ആർട്ടീരിയൽ, എപ്പിഡ്യൂറൽ, ഇൻട്രാതീക്കൽ, ഇൻട്രാ ഓഷ്യസ്, ഇൻട്രാ പെരിറ്റോണിയൽ, ഇൻട്രാ പ്ലൂറൽ, ഇൻട്രാ കാർഡിയ, ഇൻട്രാ ആർട്ടിക്കുലർ. ഈ മാർഗങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഓരോ ടൈപ്സ് ഇഞ്ചക്ഷൻ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻസ്. ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുമ്പം ഇഞ്ചക്ഷൻ ഇൻ ടു ദ ഡെർമിസ്, അത് ജസ്റ്റ് അണ്ടർ ദ എപ്പിഡെർമിസ്. നമുക്ക് സ്കിന്നിന്റെ ലെയർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ലെയറാണ് എപ്പിഡെർമിസ്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഡെർമിസ് ലെയറിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ഡ്രഗ്സിന്റെ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ടെസ്റ്റ് ഡോസ് കൊടുക്കാനായിട്ടാണ് ഇൻട്രാഡെർമൽ യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ BCG വാക്സിനേഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഇൻട്രാഡെർമൽ റൂട്ടാണ്. അടുത്തത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ്.
Injection into subcutaneous tissues just below the dermis of the skin. നമ്മൾ ഇൻട്രാഡെർമലിൽ കണ്ടത് ഇഞ്ചക്ഷൻസ് എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള ഡെർമിസ് ലെയറിൽ കൊടുക്കുന്നതാണ്. ഇവിടെ ഡെർമിസിന്റെയും താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ട് യൂസ് ചെയ്യുന്നത് ഡയബറ്റിസ് പേഷ്യൻസിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ്. ഇഞ്ചക്ഷൻ ഓഫ് മെഡിക്കേഷൻ ഇൻ ടു എ മസിൽ. നേരത്തെ നമ്മൾ ഡെർമിസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് കണ്ടു, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് കണ്ടു. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെഡിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് മസിലിലോട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ മെത്തേഡാണ്. അടുത്തത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ്. ഇഞ്ചക്ഷൻ ഓഫ് മെഡിക്കേഷൻ ഇൻ ടു എ വെയിൻ. ഒരു വെയിൻ അല്ലെങ്കിൽ ഒരു സിരയിലോട്ട് മരുന്നുകളെ ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇതും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ റൂട്ടാണ്. ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻസ്. ഹിയർ ദ മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേഡ് ഡയറക്ട്ലി ഇൻ ടു ദ ആർട്ടറീസ്. ധമനികളിലോട്ട് അല്ലെങ്കിൽ ആർട്ടറികളിലോട്ട് നേരിട്ട് മെഡിക്കേഷൻസ് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ്. ഹിയർ ദ മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേഡ് ഇൻ ദ എപ്പിഡ്യൂറൽ സ്പേസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട്. സ്പൈനൽ കോഡ്, മെനിഞ്ചസ് എന്നിവയെ 3 ലെയർ ഓഫ് ടിഷ്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡ്യൂറ മാറ്റർ, അരാക്നോയിഡ് മാറ്റർ ആൻഡ് പയ മാറ്റർ. അതിൽ ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഡ്യൂറ മാറ്റർ, മിഡിൽ ലെയർ അരാക്നോയിഡ് മാറ്ററും, ഇന്നർ ലെയർ എന്ന് പറയുന്നത് പയ മാറ്ററുമാണ്. ഇതിൽ ഈ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത് ഡ്യൂറ മാറ്ററിനും അരാക്നോയിഡ് മാറ്ററിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ്. ഈ കാണുന്ന സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് ഇഞ്ചക്ഷൻസ് മെഡിക്കേഷൻസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇത് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് പെയിൻ കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ചില സർജറികളുടെ സമയത്തും ലോക്കൽ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ്. Here the medications are administered into the subarachnoid space or one of the ventricles of the brain. നമ്മൾ നേരത്തെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 3 ലെയറുകളുടെ കാര്യം പറഞ്ഞു. അതിൽ മിഡിൽ ലെയറിലായിട്ടുള്ള അരക്നോയിഡ് മാറ്റിന്റെയും പയാമാറ്റിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് സബരക്നോയിഡ് സ്പേസ്. ഈ കാണുന്ന സ്പേസ്. ഈ സ്പേസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ബ്രെയിനിലെ വെൻട്രിക്കിൾസിലും ഇഞ്ചക്ട് ചെയ്യും. അതിനെ നമ്മൾ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇൻട്രാ ഓഷ്യസ് ഇഞ്ചക്ഷൻസ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ. അസ്ഥികൾക്കുള്ളിലെ മജ്ജ അല്ലെങ്കിൽ ബോൺ മാരോയിലോട്ട് നേരിട്ട് മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാ ഓഷ്യസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, intraperitoneal injections. Here the medications are administered into the peritoneal cavity. എന്താണ് ഈ പെരിറ്റോണിയൽ ക്യാവിറ്റി? ഇവിടെ അബ്ഡമന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ അബ്ഡമനൽ വാളിനെ കവർ ചെയ്തിരിക്കുന്ന പരേറ്റൽ പെരിറ്റോണിയം ഈ കാണിച്ചിരിക്കുന്ന ഈ പരേറ്റൽ പെരിറ്റോണിയത്തിന്റെയും ഇതിനകത്തുള്ള ഓരോ ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്തിരിക്കുന്ന വിസറൽ പെരിറ്റോണിയത്തിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്പേസ്. ഈ സ്പേസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാ പെരിറ്റോണിയൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻട്രാ പ്ലൂറൽ ഇഞ്ചക്ഷൻസ്. അഡ്മിനിസ്ട്രിങ് മെഡിക്കേഷൻസ് ഡയറക്ട്ലി ഇൻ ടു ദ പ്ലൂറൽ സ്പേസ്. നമുക്കറിയാം ലങ്സിന്റെ കവറിംഗ് ആണ് പ്ലൂറ. ലങ്സിനും ചെസ്റ്റ് ക്യാവിറ്റിക്കും ഇടയിലുള്ള പ്ലൂറയുടെ 2 പാളികൾ, അതായത് ലങ്സിനെ കവർ ചെയ്യുന്ന വിസറൽ പ്ലൂറയും ചെസ്റ്റ് ക്യാവിറ്റിയെ കവർ ചെയ്യുന്ന പരേറ്റൽ പ്ലൂറയും ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വിസറൽ പ്ലൂറ, ഇത് പരേറ്റൽ പ്ലൂറ. അതായത് ഇത് ലങ്സിനെ കവർ ചെയ്യുന്നു, ഇത് ചെസ്റ്റ് ക്യാവിറ്റിയെ കവർ ചെയ്യുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഈ സ്പേസ് ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്ന
ഇതാണ് പ്ലൂറൽ സ്പേസ്. ഈ സ്പേസിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതാണ് ഇൻട്രാ പ്ലൂറൽ ഇഞ്ചക്ഷൻസ്. ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്ഷൻസ്. Injection of a medication directly into the cardiac tissue. കാർഡിയാക് ടിഷ്യൂലോട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് നേരിട്ട് മരുന്നുകൾ കുത്തിവയ്ക്കുന്നതിനെയാണ് ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻസ്. ഇഞ്ചക്ഷൻ ഓഫ് എ മെഡിക്കേഷൻ ഇൻടു എ ജോയിന്റ്. ഒരു സന്ധിയിലോട്ട് അല്ലെങ്കിൽ ഒരു ജോയിന്റിലോട്ട്, നീ ജോയിന്റ്, എൽബോ ജോയിന്റ്, ആംഗിൾ ജോയിന്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജോയിന്റിലോട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഈ ജോയിന്റ് മൂവ്മെന്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ആയി പോകുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അടുത്ത് നമുക്ക് ടോപ്പിക്കൽ റൂട്ട്സിലോട്ട് വരാം. എന്താണ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഡ്രഗ് ഡയറക്ട്ലി ടു ദ സർഫസ് ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറൈൻ. ഇവിടെ ചർമ്മത്തിന്റെയും ശ്ലേഷ്മപാളി അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ. മ്യൂക്കസ് മെമ്പറൈൻ എന്താണ്? ശരീരത്തിലെ വിവിധ ക്യാവിറ്റികളെയും ആന്തരിക അവയവങ്ങളെയും കവർ ചെയ്തിരിക്കുന്ന മെമ്പറൈനാണ് മ്യൂക്കസ് മെമ്പറൈൻ. ഇതിന്റെയൊക്കെ ഉപരിതലത്തിലോട്ട് നേരിട്ട് മരുന്നുകൾ പ്രയോഗിക്കുന്നതാണ് ടോപ്പിക്കൽ റൂട്ട്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ മാർഗം പ്രധാനമായും ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം പ്രയോജനം ലഭിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ വിവിധ മാർഗങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓയിൻമെന്റോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള മെഡിക്കേഷൻസോ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും പ്രതലത്തിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ശരീരത്തിലെ ചർമ്മത്തിലോട്ട് നേരിട്ട് ഒരു ഓയിൻമെന്റ് തേച്ച് പിടിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഐ ഡ്രോപ്സ് നമ്മുടെ ചെവിയിലോട്ട് ഒഴിക്കുന്നതോ, ഇല്ലെങ്കിൽ ഉപ്പുവെള്ളം ഒക്കെ ഉപയോഗിച്ച് വായിൽ കൊണ്ടിട്ട് അത് കുലുക്കൊഴിയുന്നതോ, അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു മരുന്ന് കോട്ടൺ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് പുരട്ടുന്നതോ ഒക്കെ ആണ് ഡയറക്റ്റ് ആപ്ലിക്കേഷന് ഉദാഹരണങ്ങൾ. നെക്സ്റ്റ് ഈസ് ഇൻസേർഷൻ. ഇൻസേർട്ടിങ് എ മെഡിക്കേഷൻ ഇൻ ടു എ ബോഡി ക്യാവിറ്റി. ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്യാവിറ്റിക്കുള്ളിലോട്ട് മരുന്ന് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ രക്തത്തിലോട്ട്, വജൈനയിലോട്ടൊക്കെ സപ്പോസിറ്ററി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് പാക്കിംഗ് വജൈനയിൽ വയ്ക്കുന്നതൊക്കെ ഇൻസേർഷൻ മെത്തേഡിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ഓൺ ഇൻസ്റ്റിലേഷൻ. ഇൻസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിലിംഗ് ഫ്ലൂയിഡ് ഇൻ ടു എ ബോഡി ക്യാവിറ്റി. ഉദാഹരണത്തിന് നമ്മൾ ചെവിയിലോട്ട് മരുന്ന് തുള്ളിയായിട്ട് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ മൂക്കിലോട്ട് മരുന്ന് തുള്ളിയായിട്ട് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാഡറിലോട്ട് മരുന്ന് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ രക്തത്തിലോട്ട് മരുന്ന് തുള്ളിയായിട്ട് ഒഴിക്കുന്നത്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറിഗേഷൻ. ഇവിടെ ഒരു ബോഡി ക്യാവിറ്റിയിലോട്ട് മരുന്ന് വാഷ് ചെയ്ത് കളയണം. ബോഡി ക്യാവിറ്റി വാഷ് ചെയ്യാനായിട്ട് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത്, ഇറിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലഷിങ് ഓഫ് ദ ഐസ്, അല്ലെങ്കിൽ ഇയർ, വജൈന, ബ്ലാഡർ, റെക്ടം, ഇതൊക്കെ നമ്മൾ മെഡിക്കേറ്റഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിലേഷനും ഇറിഗേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റിലേഷനിൽ ആ മെഡിക്കേറ്റഡ് ഫ്ലൂയിഡ് നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇറിഗേഷനിൽ വരുമ്പോഴത്തേക്ക് ആ ഫ്ലൂയിഡ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ്, ആ ഫ്ലൂയിഡ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്പ്രേയിങ്. നമ്മളൊരു ബോഡി ക്യാവിറ്റിയിലോട്ട് മരുന്നുകൾ സ്പ്രേ ചെയ്യുന്നത്, നോസിലോട്ടോ ത്രോട്ടിലോട്ടോ ഒക്കെ നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യുന്നതാണ് സ്പ്രേയിങ് മെത്തേഡ്. ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസിലെ മറ്റൊരു മെത്തേഡാണ് ട്രാൻസ്ഡെർമൽ ആപ്ലിക്കേഷൻ. ഹിയർ ദ മെഡിക്കേഷൻസ് ആർ അബ്സോർബ്ഡ് ത്രൂ സ്കിൻ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ മെഡിക്കേറ്റഡ് പാച്ചസ് സ്കിന്നിന്റെ പുറത്ത് ഒട്ടിച്ചു വയ്ക്കും. അപ്പൊ അതിലുള്ള മരുന്ന് സ്കിന്ന് വഴി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് inhalation. Drug administration by the nasal or oral respiratory route. നമുക്കറിയാം, മൂക്ക് റെസ്പിറേറ്ററി റൂട്ടിന്റെ ഭാഗമാണ്, വായ റെസ്പിറേറ്ററി റൂട്ടിന്റെ ഡൈജസ്റ്റീവ് റൂട്ടിന്റെ ഭാഗമാണ്. ഈ റൂട്ടുകൾ വഴി മരുന്നുകൾ നൽകുന്നതാണ് ഇൻഹലേഷൻ. ഈ റൂട്ടുകൾ വഴി പ്രധാനമായിട്ടും വാതക രൂപത്തിലുള്ള മരുന്നുകളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും അനസ്തെറ്റിക് ഏജൻസ്, ഹാലോത്തൈൻ, നൈട്രസ് ഓക്സൈഡ് പോലുള്ള അനസ്തെറ്റിക്സുകളാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എയറോസോൾ രൂപത്തിൽ നൽകാൻ പറ്റുന്ന മരുന്നുകളും നമുക്ക് ഇൻഹലേഷൻ വഴി നൽകാൻ പറ്റും. Until now we have studied about different routes of medicine administration and different forms of medicines. നമ്മൾ ഇതുവരെ മരുന്ന് നൽകുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ചും മരുന്ന് അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഫോമുകളെ, വിവിധ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി മരുന്ന് നൽകുന്ന സമയത്ത് ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഈ റൂട്ടുമായി ബന്ധപ്പെട്ടും ഫോമുമായി ബന്ധപ്പെട്ടും കുറച്ച് പരിഗണനകൾ നൽകേണ്ടതായിട്ടുണ്ട്.
The oral route is the best route for children. കുട്ടികൾക്ക് മരുന്ന് നൽകാൻ പറ്റുന്ന ഏറ്റവും മികച്ച മാർഗം എന്ന് പറഞ്ഞാൽ ഓറൽ റൂട്ടാണ്. വായിലൂടെ മരുന്നുകൾ നൽകുക എന്നുള്ളതാണ്. ഇനി when a patient has a problem with swallowing, as many older people have, ചില രോഗികൾക്ക് മരുന്ന് വിഴുങ്ങാനായിട്ടുള്ള പ്രയാസം, ടാബ്ലറ്റോ ആണെങ്കിലോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ വിഴുങ്ങാനായിട്ടുള്ള പ്രയാസം കാണും, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്. ആ സമയത്ത് നമുക്ക് മരുന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം, പൊടിച്ചു കൊടുക്കാം. ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ്, ടാബ്ലറ്റുകൾ പൊടിച്ചും ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള പൊടി ജ്യൂസിലോ വെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം റിലീസ് ക്യാപ്സ്യൂൾസ്, സം കോട്ടഡ് ടാബ്ലറ്റ്സ്, അതായത് എൻട്രിക് കോട്ടഡ് ടാബ്ലറ്റ്സ് പോലുള്ളവ, എഫബസൻ ടാബ്ലറ്റ്സ്, മെഡിസിൻസ് ദാറ്റ് അപ്സെറ്റ് ദ സ്റ്റൊമക്, ബാഡ് ടേസ്റ്റിംഗ് മെഡിസിൻസ്, സബ്ലിംഗ്വൽ മെഡിസിൻസ്, നാവിനടിയിൽ വയ്ക്കുന്ന മരുന്നുകൾ, ഇതൊന്നും ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യുവാനോ പൊടിക്കുവാനോ പാടില്ല. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചെക്ക് വിത്ത് സൂപ്പർവൈസർ ടു ഫൈൻഡ് ഔട്ട് ഇഫ് എ മെഡിസിൻ ക്യാൻ ബി ക്രഷ്ഡ്. മരുന്നുകൾ പൊടിക്കാൻ പറ്റുന്നവയാണോ എന്നുള്ളത് നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നൗ ഏജ് സ്പെസിഫിക് റൂട്ട് ആൻഡ് ഫോം കൺസിഡറേഷൻസ്. വയസ്സുമായിട്ട് ബന്ധപ്പെട്ട് റൂട്ടിലും ഫോമിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. In infants, use a syringe, dropper or nipple for oral liquid medicines. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ ലിക്വിഡ് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്, ലിക്വിഡ് ഫോമിലുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കാനായിട്ട് നമുക്കൊരു സിറിഞ്ചോ ഒരു ഡ്രോപ്പറോ നിപ്പിളോ യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ടോഡ്ലറിലാണെന്നുണ്ടെങ്കിൽ, ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടി, 5 വയസ്സിന് താഴെ വരെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് യൂസ് എ സ്പൂൺ ഓർ എ കപ്പ് ഫോർ ലിക്വിഡ് ഓറൽ മെഡിസിൻസ്. സ്പൂണോ കപ്പോ ഉപയോഗിച്ച് നമുക്ക് മരുന്നുകൾ കൊടുക്കാം. ഇനി പ്രീ സ്കൂൾ ആൻഡ് സ്കൂൾ ഏജ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ് ചിൽഡ്രൻ ഇൻ ദീസ് ഏജ് ഗ്രൂപ്പ്സ് ആർ ഏബിൾ ടു ടേക്ക് ക്യാപ്സ്യൂൾസ് ആൻഡ് ടാബ്ലറ്റ്സ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ടാബ്ലറ്റ്സോ ക്യാപ്സ്യൂൾ, ലിക്വിഡ് ഫോം വേണം നിർബന്ധമില്ല, സോളിഡ് ഫോമിലുള്ള ക്യാപ്സ്യൂൾസോ ടാബ്ലറ്റ്സോ കൊടുക്കാം. ഇനി അഡോളസൻസ് ആയിക്കഴിഞ്ഞാൽ അഡൾട്ട് ഡോസേജസ്, റൂട്ട്സ് ആൻഡ് ഫോംസ് ഓഫ് മെഡിസിൻസ് ആർ യൂഷ്വലി അലൗഡ്. ഈ ഏജ് എത്തിക്കഴിഞ്ഞാൽ, അഡോളസെൻ്റ് ഏജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അഡൾട്ട്സിന് എങ്ങനെയാണോ മരുന്ന് കൊടുക്കുന്നത് ആ രീതിയിലുള്ള മരുന്നുകൾ തന്നെ കൊടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ടു ഒബ്സർവ് ദ പേഷ്യൻറ്റ് ഫോർ ദ കറക്റ്റ് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ. രോഗി ശരിയായിട്ടുള്ള രീതിയിലാണ് മരുന്നുകൾ കഴിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ക്യാൻ അസിസ്റ്റ് വിത്ത് നഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കർ ഇൻ സർട്ടൺ റൂട്ട്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. ഓറൽ, വായിലൂടെ മരുന്നുകൾ കൊടുക്കുന്നത്, ബക്കൽ ആൻഡ് സബ്ലിംഗൽ റൂട്ട്സ്, ഒഫ്താൽമിക്, ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ഐ ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്യുന്നത്, ഓട്ടിക്, ഇയർ ഡ്രോപ്സ് ഒഴിക്കുന്നത്, ഇൻഹലേഷൻ, ശ്വാസകോശത്തിലേക്ക് മൂക്ക് വഴിയോ വാ വഴിയോ വേപ്പർ ഫോമിലുള്ളതോ അല്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. ഈ റൂട്ട്സ് വഴിയുള്ള മെഡിസിൻ അഡ്മിനിസ്ട്രേഷനെല്ലാം ഒരു GDAക്ക് നഴ്സിനെയോ ഹെൽത്ത് കെയർ വർക്കറിനെയോ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിന്ന് ഇതുവരെ വിവിധ ഡ്രഗ് ഫോംസിനെ കുറിച്ചും വിവിധ റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, പൗഡേർഡ് മെഡിക്കേഷൻ കംപ്രസ്ഡ് ഇൻടു ഹാർഡ് ഡിസ്ക് ഓർ സിലിണ്ടർ. പൗഡർ രൂപത്തിലുള്ള മരുന്നുകൾ കംപ്രസ് ചെയ്ത് ഡിസ്കിൻ്റെയോ സിലിണ്ടറിൻ്റെയോ ഷേപ്പിലാക്കി മാറ്റിയിരിക്കുന്നത് എന്താണെന്നുള്ളത്. ആൻസർ ടാബ്ലറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഡിക്കേഷൻ ഡിസോൾവ്ഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ. സാന്ദ്രത കൂടിയ പഞ്ചസാര ലായനിയിൽ മരുന്നുകൾ ലയിപ്പിച്ചിരിക്കുന്നത് ഏതാണെന്ന്. ആൻസർ സിറപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ where the medicine is placed under the tongue. നാവിനടിയിൽ മരുന്ന് വയ്ക്കുന്ന ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് ഏതാണ്? ആൻസർ സബ്ലിംഗ്വൽ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഞ്ചക്ഷൻസ് ഇൻ ടു ദ ടിഷ്യൂസ് ജസ്റ്റ് ബിലോ ദ ഡെർമിസ് ഓഫ് സ്കിൻ. സ്കിന്നിൻ്റെ ഡെർമിസിന് തൊട്ട് താഴെയായിട്ട് നൽകുന്ന ഇഞ്ചക്ഷൻ ഏതാണെന്ന്. ആൻസർ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ്.
ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നിങ്ങൾ കൺസേൺഡ് ടീച്ചേഴ്സിനെ കാണിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.